ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാനും ഏക സത്യദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് നന്ദി കരയറ്റാം. കഴിഞ്ഞ ഒന്നര ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ അല്പമായിട്ട് ചിന്ത പങ്കുവച്ചത് അവിടെ കൂടി വന്ന ചിലർക്കെങ്കിലും അറിയാവുന്നതാണ്. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു തൂണുണ്ട്. ദർ ഇസ് എ പില്ലർ വിച്ച് plays a very important role in our Christian lives. അത് വിശ്വാസമാണ്. അതിനെക്കുറിച്ച് നാം അല്പമായിട്ട് ആ കോട്ടേജ് മീറ്റിങ്ങിൽ ചിന്തിക്കുകയുണ്ടായി. വിശ്വാസത്തിൻ്റെ പല തലങ്ങളെക്കുറിച്ച് അന്ന് കടന്നു വരാത്ത കുറച്ച് പ്രിയപ്പെട്ടവരെങ്കിലും ഇന്ന് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആമുഖമായിട്ടൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ 2-3 ലെവൽസ് അല്ലെങ്കിൽ തലങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചായിരുന്നു. അല്പവിശ്വാസം, ലിറ്റിൽ ഫെയ്ത്ത്, അല്പമായിട്ടുള്ള വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വാക്യങ്ങളിലേക്കൊന്നും നാം പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. പിന്നീട് നാം കണ്ടത് വിശ്വാസമില്ലായ്മ, നോ ഫെയ്ത്ത്, യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഒരവസ്ഥ. പിന്നീട് നാം ചിന്തിച്ചു വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അവസ്ഥ. അതൊക്കെയും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെയും ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനും സാധിക്കും. എന്നാൽ അതിങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചു വന്നപ്പോഴാണ് അതിൽ തന്നെ അല്ലെങ്കിൽ ആ വിഷയത്തിൽ തന്നെ നിന്ന് അല്പം കൂടെ അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുവാൻ ഇടയായി തീർന്നു. അത് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഒരു വസ്തുതയാണ് ഒന്ന് വിശ്വാസം. എന്നാൽ അതിനോട് ചേർന്ന് വേറെ 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമുക്കറിയാവുന്ന വിഷയമാണ്. ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം, അതിൻ്റെ 13-ാം വാക്യം. 1 Corinthians chapter 13 verse 13 നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇന്ന് എൻ്റെ വിഷയം സ്നേഹത്തെക്കുറിച്ച് ഉയർത്തി കാണിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ ആ 3 കാര്യങ്ങൾ നമ്മൾ എത്ര തവണ ഈ വാക്യം വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ അതിൻ്റെ എണ്ണമില്ലായിരിക്കാം. എത്ര മെസ്സേജുകൾ, സന്ദേശങ്ങൾ ഇതിലൂടെ നാം കേട്ടിട്ടുണ്ട് എന്നും നമുക്ക് ഒരു കണക്ക് കാണത്തില്ല. എന്നാൽ തീർച്ചയായിട്ടും അനേകം ആവർത്തി നാം ഈ കാര്യങ്ങളൊക്കെയും വായിച്ചിട്ടുണ്ട്, ഈ വചനം ധ്യാനിച്ചിട്ടുമുണ്ട്. ഞാൻ തന്നെ അനേകം 1-ൽ കൂടുതൽ തവണ ഇതിൽ നിന്ന് പ്രസംഗിച്ചിട്ടുമുണ്ട്. എന്നാൽ വീണ്ടും ഈ ഭാഗം വായിച്ചപ്പോൾ അവിടെ നാം സാധാരണ ചിന്തിക്കാത്ത മറ്റൊരു വശം കൂടെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തോട് അനുബന്ധിച്ച് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ഈ 3 തൂണുകൾ, വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. അതിന് യാതൊരു സംശയവുമില്ല. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതിൽ ഏറ്റവും വലിയത് സ്നേഹമാണ്. അതിൻ്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണ് അതിന്? വിശ്വാസം എന്താണെന്നും പ്രത്യാശ എന്താണെന്നും സ്നേഹം എന്താണെന്നും നാം അല്പമായിട്ട് മനസ്സിലൊരു ബോധ്യം വേണം. എന്നാലേ സ്നേഹം എന്തുകൊണ്ടാണ് ഒരു പടിയും കൂടെ മുകളിൽ അല്ലെങ്കിൽ വലിയത് എന്ന് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് അതിൻ്റെ കാരണം? നിത്യതയിൽ നോക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തെ പിൻപറ്റുന്നവർ, ക്രിസ്ത്യാനികളായിരിക്കുന്നവർ നിത്യതയിൽ എത്തുമ്പോൾ, ഇൻ ഇറ്റേണിറ്റി, ഫെയ്ത്ത് വിൽ ബിക്കം സൈറ്റ്. വിശ്വാസം നമുക്ക് ദൃശ്യമായിട്ട് നാം വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ കൺമുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഹോപ്പ് വിൽ ബി ഫുൾഫിൽഡ്. നമ്മുടെ പ്രത്യാശയ്ക്ക് അതൊരു പൂർത്തീകരണം നിത്യതയിൽ ഉണ്ടാവുന്നു. സ്നേഹം will continue as the foundation of our relationship with God. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആ ദിവ്യമായിട്ടുള്ള നിത്യമായിട്ടുള്ള ബന്ധം
അവിടെയും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്നേഹം ഒരു പടിയും കൂടെ മുമ്പിൽ എന്ന് നാം ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മെ ചലിപ്പിക്കേണ്ട, നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അതല്ല. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. 3 of them remain. ഈ 3 വസ്തുതകളും ഈ 3 ഗുണങ്ങളും തൂണുകളും നിലനിൽക്കുന്നു. അവിടെ റിമെയിൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവജനമായിട്ട് നാം ജീവിക്കുമ്പോൾ, വസിക്കുമ്പോൾ ഈ 3 തൂണുകളും ഗുണവിശേഷങ്ങളും നിലനിൽക്കുന്നു. അതിന് യാതൊരു സംശയവുമില്ല. നിത്യതയിൽ നാം പോകുമ്പോൾ ചിലതിൻ്റെ ഒക്കെയും പ്രാധാന്യം കുറച്ച് കുറയുമെങ്കിലും അവിടെ സ്നേഹമാണ് നിലനിൽക്കുന്നതെങ്കിലും ഈ ലോക ജീവിതത്തിൽ അവിടെയാണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ നാം ഈ രീതിയിൽ കൂടി വരുന്നത്. അതിനുവേണ്ടിയാണല്ലോ നാം അന്യോന്യം പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഇവിടെയാണല്ലോ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഈ 3 നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അതിൽ പ്രാധാന്യമുള്ളത്. നാം അത് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഒരു വാക്യം നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാം. 2 തിമോത്തിയോസ് എന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വളരെ പരിചയമുള്ള വാക്യങ്ങളാണത്. മതി 7-ാം വാക്യം മാത്രം മതി. I have fought a good fight, I have finished the course, I have kept the faith. നമുക്ക് പരിചയമുള്ള ഒരു ഭാഗമാണ്. അതിന്റെ അവസാനം ഇങ്ങനെയാണ്: ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ വാക്യത്തിലേക്ക് നമ്മൾ അങ്ങനെ പോകുന്നില്ല. എന്നാൽ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം കാത്തു. ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. അപ്പോൾ സൂക്ഷിച്ചു വെക്കുവാനുള്ളത്, അല്ലെങ്കിൽ പരിശ്രമിക്കുവാനുള്ളത്, അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു വിശ്വാസിയായിട്ട് എന്തെങ്കിലും ചെയ്യുവാനുള്ളത് ആ ഒരു കാര്യത്തിലാണ്. വിശ്വാസം കാത്തു. മടങ്ങി വരാം നാം ചിന്തിച്ച വിഷയത്തിലേക്ക്. നിലനിൽക്കുന്ന വിഷയം, ഈ 3 നിലനിൽക്കുന്നു. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ വിശ്വാസം എന്ന കാര്യത്തിൽ അതിനെ കാത്തു പരിപാലിക്കേണ്ടത്, അതിൽ വർദ്ധിച്ചു വരേണ്ടത്, അതിൽ നമ്മുടെ ആത്മീകമായിട്ടുള്ള ആ ഒരു ഗുണത്തെ നാം അഭ്യസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഈ പ്രത്യാശയോടുള്ള ബന്ധത്തിലും സ്നേഹത്തോടുള്ള ബന്ധത്തിലും ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം ഈ പ്രത്യാശയുമായിട്ട് വിശ്വാസത്തിനൊരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്നേഹവുമായിട്ടും വിശ്വാസത്തിന് ഒരു ബന്ധമുണ്ട്. അതാണ് അല്പമായിട്ട് ഇന്ന് ഈ സമയത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദർ ഇസ് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധമുണ്ട്. ഈ വിശ്വാസത്തിന് പ്രത്യാശയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ വിശ്വാസത്തിന് സ്നേഹവുമായിട്ട് ഒരു ബന്ധമുണ്ട്. നാം ദൈവവചനത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉദാഹരണങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ പ്രത്യാശിക്കുന്ന ഒരവസ്ഥയും ആ വിശ്വാസത്തിലൂടെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ചിന്തിക്കുവാൻ സാധിക്കും. അതിന് പ്രാരംഭമായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 1 down to 6. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുമെന്നും അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുപോയി ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവനാമത്തിന് മഹത്വം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇതാണ് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇവിടെ നാം എബ്രഹാമിനോട് ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തെ കുറിച്ച് കാണുന്നു. ഗോഡ്സ് പ്രോമിസ് ടുവേർഡ്സ് എബ്രഹാം. ആ ഒരു ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ ദൈവത്തിന്റെ വാഗ്ദത്തം, ഈ പ്രത്യാശ എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്.
നാം പ്രത്യാശിക്കുന്നത് നാം തന്നെ കണ്ടെത്തുന്ന ചില വിഷയങ്ങളല്ല. അത് ശ്രദ്ധിക്കുക. നമുക്ക് പ്രത്യാശിക്കുവാനുള്ളത് ദൈവത്തിന്റെ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലാണ്. ഗോഡ്സ് പ്രോമിസ് ഈസ് ദ ബെസ്റ്റ് ഹോപ്പ്. ഏറ്റവും നല്ല പ്രത്യാശ എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇവിടെ ഈ ഉദാഹരണത്തിൽ എബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. തനിക്ക് ആ രീതിയിൽ ഉള്ള വാഗ്ദത്തം കൊടുത്തപ്പോൾ എബ്രഹാം അവിടെ കാണുന്നത് എന്താണ്? വിശ്വസിച്ചു. അതിലൂടെയാണ് ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം സംഭവിച്ചത്. നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഫെയ്ത്ത് റിമെയിൻസ് ത്രൂ ആക്ടിവേറ്റിംഗ് ഹോപ്പ്. ഈ പ്രത്യാശ അർത്ഥാൽ ഈ വാഗ്ദത്തം തന്നെയാണ് നമ്മുടെ പ്രത്യാശ. അവിടെ എബ്രഹാം വിശ്വസിച്ചത് ഈ വാഗ്ദത്തത്തിലാണ്. എബ്രഹാം ബിലീവ്ഡ് ഇൻ ഗോഡ്സ് പ്രോമിസ്. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രത്യാശയുടെ ആധാരം. പ്രത്യാശിക്കുക എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് ഊഹിച്ച് അതിനെ കാത്തിരിക്കുക എന്നുള്ളതല്ല. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ചില വാഗ്ദത്തങ്ങൾ. ആ പ്രോമിസസ്, ആ വാഗ്ദത്തങ്ങളാണ് എൻ്റെ പ്രത്യാശ. അതിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ്, ശ്രദ്ധിക്കുക, അതിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് there is faith in hope. പ്രത്യാശയിൽ ഒരു വിശ്വാസം, വാഗ്ദത്തങ്ങളിൽ ഒരു വിശ്വാസം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം നമ്മുടെ മെയിൻ തൂണുകളാണ്, അടിസ്ഥാന തൂണുകളാണ്. എന്നാൽ ആ പ്രത്യാശ നിലനിൽക്കണമെങ്കിൽ അതിൽ വിശ്വാസം വേണം. ഇവിടെ നാം മനസ്സിലാക്കി എബ്രഹാം ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ ആ വചനത്തിൽ വിശ്വസിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അവിടെയാണ് ആ പ്രത്യാശയിലുള്ള വിശ്വാസം ഉളവായി തീർന്നത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ആ പ്രത്യാശയ്ക്ക് ഒരു ജീവൻ നൽകി, അതോടൊപ്പം വിശ്വാസത്തിനും ഒരു പുതുക്കം നൽകി. രണ്ട് കാര്യങ്ങളാണ് അന്യോന്യം സംഭവിക്കുന്നത്. When there is faith in hope, both hope and faith live together. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ വിശ്വാസം വർദ്ധിപ്പിക്കുക, വിശ്വാസം കാക്കുക എന്ന് പറയുന്നത്, അതിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് പ്രവർത്തിപ്പിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമുക്കുള്ള പ്രത്യാശ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ രണ്ടാം വാക്യത്തിൽ നാം വായിച്ചത്, അതിന് എബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? ആ ഒരു ചോദ്യം പലപ്പോഴും നാം കേൾക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നാം. എബ്രഹാം കർത്താവിനോട് ചോദിക്കുകയാണ്, നീ എനിക്ക് എന്ത് തരും? എന്നാൽ നാം താഴോട്ട് വായിക്കുമ്പോൾ ആ ചോദ്യം അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തോട് ആ ബന്ധമുണ്ടെങ്കിൽ നമുക്കും ചോദിക്കാം, ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചില സംശയങ്ങൾ നമുക്കുണ്ടാവാം. അത് ദൈവത്തോട് തുറന്ന് നമുക്ക് ചോദിക്കാം. എന്നാൽ ആ ചോദ്യം കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു, അവനോട് പറയുകയാണ്, ആ രീതിയിൽ ഉത്തരവിടുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നീടൊന്ന് ശ്രദ്ധിക്കുക, 6-ാം വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു. പിന്നീട് ഒരു ചോദ്യം അവിടെ ഇല്ല, ഒരു മറു ചോദ്യം അവിടെ ഇല്ല. ദർ ഇസ് നോ സെക്കൻഡ് ക്രോസ് ക്വസ്റ്റ്യൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഇതാണ് പഠിക്കേണ്ടത്. എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പോകുമ്പോൾ ദൈവത്തിന്റെ ആ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിൽ, ആ വാഗ്ദത്തത്തിൽ നാം വിശ്വസിക്കണം. We should put our faith in hope. ആ ഒരു പ്രത്യാശയിൽ, ആ ഒരു വാഗ്ദത്തത്തിൽ നാം നമ്മുടെ വിശ്വാസം അർപ്പിക്കണം. വിശ്വാസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാക്യം വീണ്ടും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, നാം കാണാത്ത കാര്യങ്ങൾ, നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പാണ് ഈ വിശ്വാസം. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഈ വാഗ്ദത്തം, ദൈവത്തിന്റെ ഈ പ്രോമിസസ്,
ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്ന ആ നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തത്തിൽ കാണാതെ വിശ്വസിക്കുവാൻ എനിക്ക് സാധിക്കണം, നമുക്ക് ഏവർക്കും സാധിക്കണം. അങ്ങനെയാണ് ഈ പ്രത്യാശയിൽ വിശ്വാസമുളവാകുന്നത്. നമുക്കത് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഫെയ്ത്ത് ഇൻ ഹോപ്പ്, ഈ പ്രത്യാശയിൽ ഒരു വിശ്വാസം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് പ്രത്യാശ. ആ വാഗ്ദത്തങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു ഉണർവുണ്ടാവുന്നു, നമ്മുടെ വിശ്വാസത്തിനും ഒരു ഉണർവുണ്ടാവുന്നു. ആ കാര്യം മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. വാട്ട് ആർ ഗോഡ്സ് പ്രോമിസസ്? നാം ഈ പ്രത്യാശയിലുള്ള വിശ്വാസം അഭ്യസിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്ന്. പലപ്പോഴും നാം വേർപാട് വിശ്വാസികളായതുകൊണ്ട് അനേകം വാഗ്ദത്തങ്ങളുണ്ട് എന്ന് നാം പറഞ്ഞു പോകും. എന്നാൽ അതൊന്ന് അയവിറക്കി ഒന്ന് ചിന്തിക്കാറുണ്ടോ? കുറച്ച് വാഗ്ദത്തങ്ങൾ, ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിക്കാം ആദ്യം. യോഹന്നാൻ 3:16, ആദ്യത്തെ വാഗ്ദത്തം. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ ദൈവം നമുക്ക് മനുഷ്യന് നൽകി തന്നിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം, ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്, ഇറ്റേർണൽ ലൈഫ്. അതിൽ നാം വിശ്വസിക്കണം. അത് നാം ഇതുവരെയും പ്രാപിച്ചിട്ടില്ല, അത് നാം ഇതുവരെയും കണ്ടിട്ടില്ല, അത് നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. എന്നാൽ അത് നമ്മുടെ പ്രത്യാശയാണ്. അർത്ഥാൽ അത് നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിത്യജീവൻ നൽകി തന്നിരിക്കുന്നു. വാട്ട് ഐ നീഡ് ടു ഹാവ്, എനിക്ക് എന്താണ് വേണ്ടിയത്? ഫെയ്ത്ത് ഇൻ ദിസ് ഹോപ്പ്, ഈ പ്രത്യാശയിൽ, ഈ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കണം. അതാണ് ഫെയ്ത്ത് ഇൻ ഹോപ്പ് എന്നർത്ഥമാക്കുന്നത്. മറ്റൊരു വാഗ്ദത്തം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. പെട്ടെന്ന് ഒന്ന് എടുത്ത് വായിച്ച് സഹായിച്ചാലും. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. നമ്മോട് പാപങ്ങളെ ക്ഷമിക്കുവാൻ. അപ്പോ നമ്മുടെ പാപങ്ങൾക്ക് ഒരു ക്ഷമ കർത്താവ് നൽകുന്നു. ഫോർഗിവ്നെസ് ടു സിൻസ്, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു വാഗ്ദത്തം. എത്രയോ വലിയ വാഗ്ദത്തമാണ്, അതും പ്രത്യാശയാണ്. ആ രീതിയിലുള്ള കാര്യം നാം സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ, നരകം നാം ഒഴിവാക്കി ആ രീതിയിൽ പോകുമ്പോൾ എത്രയോ വലിയ പ്രത്യാശ. ആ പ്രത്യാശയിൽ ഞാൻ വിശ്വസിക്കണം. മുമ്പോട്ട് പോകാം. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ചില വാഗ്ദത്തങ്ങൾ മാത്രം ഒന്ന് നാം ചിന്തിച്ച് മുമ്പോട്ട് പോകാം. 4-ാം അധ്യായം 19-ാം വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും കർത്താവ് ക്രിസ്തുയേശുവിൽ തീർത്തു തരും. ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ്, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക പ്രതിസന്ധികൾ നമുക്കുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെയും കർത്താവാണ് പരിഹാരം ഒരുക്കുന്നത്. പ്രൊവിഷൻ, കർത്താവാണ് അതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിക്കുന്നത്. ആ ഒരു പ്രൊവിഷൻ ഒരുക്കുന്ന ഒരു വാഗ്ദത്തം, അത് നാം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. നാളെ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല, നമുക്കതിനെക്കുറിച്ച് അനുഭവമില്ല, യാതൊരു ഊഹവുമില്ല. എന്നാൽ അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. എന്താണ്? പ്രൊവിഷൻ. ഞാൻ സഹായിക്കും, ഞാൻ പൂർത്തീകരിക്കും, ഞാൻ അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദത്തം കർത്താവിന്റെ വചനം ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നു. അനേക വചനങ്ങൾ വേറെയും ഉണ്ട്, എന്നാൽ നാം വായിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ there is provision. ആ ഒരു വാഗ്ദത്തം, ആ ഒരു പ്രത്യാശയിൽ ഞാൻ വിശ്വസിക്കണം. ഫെയ്ത്ത് ഇൻ ഹോപ്പ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പ്രത്യാശയ്ക്ക് ഒരു അർത്ഥമുണ്ടാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ വിശ്വാസത്തിന് ഒരു ഉണർവുണ്ടാവുന്നത്, അതിനൊരു പുതുജീവൻ ലഭിക്കുന്നത്. നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വീണ്ടും നമുക്ക് വായിക്കാം യോഹന്നാൻ 14:27 വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14:27. മറ്റൊരു വാഗ്ദത്തം നാം അവിടെ വായിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നാം ഈ വാക്യം എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? സമാധാനം, പീസ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം സ്വയം പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്
തന്നിരിക്കുന്നു. ഒരു ദിവസം എടുത്താൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഏവരും എത്ര വിഷയങ്ങളെ ഓർത്ത് സമാധാനമില്ലാതെ അലയുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. നാം പറയും, എനിക്കൊരു സമാധാനവും ലഭിക്കുന്നില്ല. എൻ്റെ ജോലി കാര്യങ്ങൾ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ മറ്റു ചുറ്റുപാടുകളിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ പറയുന്നു വാഗ്ദത്തം എന്താണ്? എന്റെ സമാധാനമാണ് നിങ്ങൾക്ക് നൽകിയത്, മറ്റാരുടെയും സമാധാനമില്ല. അതൊരു വാഗ്ദത്തമാണ്, അതൊരു പ്രത്യാശയാണ്. എന്നാൽ എന്റെ ചുമതല എന്താണ്? വാട്ട് ഐ ഷുഡ് ഡു? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ ഹോപ്പ്. ആ പ്രത്യാശയിൽ, ആ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിക്കണം. ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ആ സമാധാനം അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നത്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമാധാനം എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ആ സമാധാനം അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുമ്പോട്ട് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 46:18, 46 Psalm and verse 18. മറ്റൊരു വാഗ്ദത്തം. 46 1 വാക്യം വായിച്ചാലും മതി. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, പ്രൊട്ടക്ഷൻ. എനിക്ക് സംരക്ഷണം ലഭിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. എത്ര തവണ നാം ഈ വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രോമിസസ് ആണ് ഇതൊക്കെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും പ്രത്യാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്? ഹോപ്പ് എന്ന് പറയുമ്പോൾ നാം നേരെ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോയി നാം ദൈവത്തെ കാണും, നാം അവിടെ ദൈവത്തെ ആരാധിക്കും. ഈ ഒരു ചിത്രീകരണമാണ്, സ്വർഗത്തിന്റെ ദർശനമാണ്, വെളിപ്പാട് പുസ്തകമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിന് യാതൊരു തെറ്റുമില്ല, നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ നാം ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. നാം ദൈവത്തിൽ പ്രത്യാശിക്കേണ്ട വിഷയങ്ങളുണ്ട്, അതിൽ വിശ്വസിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് യഹോവ അല്ലെങ്കിൽ ദൈവം എൻ്റെ സങ്കേതവും ബലവും ആകുന്നു എന്ന് പറയുമ്പോൾ, ആ കാര്യം ഞാൻ വായിക്കുമ്പോൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ് വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് നാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മെ സംബന്ധിച്ച് ആ ഒരു പടവ്, ആ ഒരു കാര്യം കഴിഞ്ഞു. ഇന്ന് ഇവിടെ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പടിയും കൂടെ മുമ്പോട്ട് നീങ്ങണം. ഫെയ്ത്ത് ഇൻ ഹോപ്പ് എന്ന് പറയുമ്പോൾ, എൻ്റെ ബലവും സങ്കേതവും എന്ന് വചനം പറയുമ്പോൾ, ദൈവം സ്വയം പറയുമ്പോൾ, ഫെയ്ത്ത് ഇൻ ഹോപ്പ് അതിന്റെ അർത്ഥം പ്രത്യാശയിൽ വിശ്വസിക്കുക എന്താണ് അർത്ഥം? ഈ വാഗ്ദത്തം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ സങ്കേതമാണ്, ഞാൻ ബലമാണ്, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ കാത്തുകൊള്ളും എന്നൊക്കെയും അനേക വാക്യങ്ങൾ ഞാൻ ഇനിയും എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഞാൻ വിടുകയില്ല, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ, ഒരു ഡയറി ഉണ്ടെങ്കിൽ, നാം ഭവനത്തിൽ പോയി സമയം കിട്ടുമ്പോൾ അതൊക്കെ എഴുതി വെച്ചാൽ, ദൈവത്തിന്റെ വാക്യങ്ങൾ എഴുതിയിട്ട് ദൈവത്തിന്റെ ഈ വാഗ്ദത്തങ്ങൾ ഒന്ന് അക്കമിട്ട് 1, 2, 3 നാം എഴുതി തുടങ്ങിയാൽ ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഇതൊക്കെയും ഭാവിയിൽ നാം ജീവിക്കുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നാം കാണാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയും. എങ്ങനെയായിരിക്കും ദൈവം സഹായിക്കുക? എങ്ങനെയായിരിക്കും ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതൊന്നും നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച് ഇരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഈ വിശ്വാസമാണ്. അവിടെയാണ് വിശ്വാസത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാണാത്ത കാര്യങ്ങളിൽ, ഈ പ്രത്യാശിക്കുന്ന കാര്യങ്ങളിൽ, ഈ വാഗ്ദത്തങ്ങൾ നാം ചിന്തിക്കുന്നത്, ഈ വായിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയണം. നാം ഒരിക്കൽ എന്നേക്കുമായി വിശ്വസിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത്. നാം വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ അതിന് യാതൊരു സാധ്യതയുമില്ല. ദൈവം കാൽവരി ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടി ചെയ്യുവാനുള്ളതെല്ലാം ചെയ്തു. എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്നും യാതൊരു പ്രയോജനവും അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടില്ല. എന്നാൽ അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസം എന്നുള്ളത് ഞാൻ അല്ലെങ്കിൽ നാം ഏവരും വ്യക്തിപരമായിട്ട് ശ്രമിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ശരിയാണെങ്കിൽ ഈ പ്രത്യാശയോടുള്ള ബന്ധത്തിലും നാം വിശ്വാസം ചേർക്കണം. കാരണം ഈ പ്രത്യാശ അർത്ഥാൽ വാഗ്ദത്തങ്ങൾ,
സ്നേഹം, അത് ദൈവിക സ്നേഹം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രത്യാശയും ദൈവിക സ്നേഹവും ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ വിശ്വാസം മാത്രമാണ് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഒരു വിശ്വാസിയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് തന്നിലുള്ള വിശ്വാസവും, അതാണ് രക്ഷയിലേക്ക് നയിക്കുന്നത്. അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും, അതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെയ്ത്ത് ഇൻ ഹോപ്പ്. നമുക്ക് ചെയ്യുവാനുള്ളതും ദൈവം പ്രതീക്ഷിക്കുന്നതും ഈ വിശ്വാസം മാത്രമാണ്. പ്രത്യാശകൾ കർത്താവ് നൽകിയിട്ടുണ്ട്, വാഗ്ദത്തങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്, സ്നേഹത്തിന്റെ മാതൃക കർത്താവ് കാണിച്ചിട്ടുണ്ട്. കർത്താവ് എപ്പോഴും ചോദിക്കുന്നത് വേർ ഈസ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് മാത്രമേ കർത്താവ് എപ്പോഴും അനലൈസ് ചെയ്ത് നമ്മോട് ചോദിക്കുകയുള്ളൂ. നമുക്ക് മുമ്പോട്ട് പോകാം. ആ വാക്യം 1 കൊരിന്ത്യർ 13:13 നാം വിശ്വാസത്തെയും പ്രത്യാശയെയും കുറിച്ച് മാത്രമല്ല സ്നേഹത്തെക്കുറിച്ചും ചിന്തിച്ചു. അവിടെ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ആ വാക്യം തന്നെ കാണിക്കുന്നു. എന്നാൽ ഈ സ്നേഹത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഡു വി ബിലീവ് ഇൻ ലവ്? ദൈവിക സ്നേഹത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യം ഞാൻ തന്നെ എന്നോട് ആദ്യമായിട്ടാണ് ഈ ദിവസങ്ങളിൽ ചോദിച്ചത്. ഈ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? സ്നേഹമുണ്ട്, ദൈവം സ്നേഹമാണ്, നാം എല്ലാവരും സ്നേഹത്തിൽ വസിക്കണം, പ്രവർത്തിക്കണം എന്നൊക്കെയും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ഇതിനെയൊക്കെ നാം പലപ്പോഴും ഓരോ ഡിഫറെന്റ് പീസ് ആയിട്ടാണ് കാണുന്നത്. വിശ്വാസം ഒരു സ്ഥലത്ത്, പ്രത്യാശ മറ്റൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു, സ്നേഹത്തെ മറ്റൊരു കോർണറിൽ വെച്ചിരിക്കുന്നു, മറ്റൊരു മൂലയിൽ വെച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. There also needs to be faith in love. ഈ സ്നേഹത്തിൽ അതിൻ്റെ കാഴ്ച വെക്കുമ്പോൾ അതിൽ ഒരു വിശ്വാസം വേണം. നാം നേരത്തെ വായിച്ച ഭാഗം തന്നെയാണ് യോഹന്നാൻ 3:16. അവിടെ എന്താ നാം വായിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ നൽകുവാൻ തക്കവണ്ണം, ഇംഗ്ലീഷിൽ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. അപ്പോൾ ആ ദൈവത്തിന്റെ ആ സ്നേഹം അവിടെ നാം കാണുവാൻ സാധിക്കുന്നു. ഫെയ്ത്ത് ഇൻ ലവ് എന്ന് പറയുന്നത് കർത്താവ് ഈ ദൈവം സ്നേഹം കാഴ്ചവെച്ചപ്പോൾ ഹി വാസ് നോട്ട് വറീഡ് ടു പേ ദ പ്രൈസ്. അതിന്റെ വില കൊടുക്കുവാൻ ദൈവത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സ്നേഹത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ സ്നേഹം കാണിക്കുക എന്നുള്ളതല്ല. വിശ്വാസികളായിട്ട് നാം ജീവിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ വില എന്ത് തന്നെ ആയാലും, ഇവിടെ ഏറ്റവും വലിയ വിലയെക്കുറിച്ചാണ് നാം വായിച്ചത്. തൻ്റെ ഏകജാതനായ പുത്രൻ സോ ലവ്ഡ്, അത്രമാത്രം സ്നേഹിച്ചു, അത്ര മാത്രമാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ദൈവിക സ്നേഹം, ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ഹിസ് ലവ്. തൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമുണ്ട്, എന്നാൽ ആ സ്നേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്താ? എൻ്റെ സ്നേഹത്തിന്റെ അളവ് എവിടം വരെയാണ്? ഞാൻ സ്നേഹിക്കുക എന്ന് പറയുക മാത്രമല്ല, എൻ്റെ ഏകജാതൻ എന്നെ തന്നെ ഞാൻ അർപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയുകയും എനിക്ക് എൻ്റെ മകനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും ഒരു ആവശ്യഘട്ടത്തിൽ അത് പ്രയോജനമില്ലാതെ വരികയാണെങ്കിൽ അത് സ്നേഹമല്ല. അവിടെ കർത്താവിൻ്റെ സ്നേഹം മനുഷ്യനോട് സ്നേഹമുണ്ടെന്ന് പ്രദർശിപ്പിക്കുന്നത് ഏറ്റവും വലിയ വില കൊടുത്തിട്ടാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്: നാം ഈ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവിക സ്നേഹത്തിൽ, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ നാം വിശ്വസിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ്, പുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ലവ് ഓഫ് ഗോഡ് ടുവേർഡ്സ് മാൻകൈൻഡ്. പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തിന്റെ മനുഷ്യജാതിയോടുള്ള സ്നേഹത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. തിരിച്ച് പിതാവിനും പുത്രനായിരിക്കുന്ന ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൽ എന്തുണ്ടായിരുന്നു? വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിലാണ് ചില കാര്യങ്ങളൊക്കെയും ആ കാൽവരി ക്രൂശിൽ ഈ ലോകത്തിൽ കർത്താവ് നിവർത്തിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വാട്ട് ഈസ് ദിസ് ലവ്? എന്താണ് ഈ സ്നേഹത്തിന്റെ അർത്ഥം? എന്താണ് ദൈവിക സ്നേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്? നമുക്ക് ആ സ്നേഹത്തിൽ വിശ്വാസം കാണുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ എപ്പോഴാണ് സ്നേഹിച്ചത്?
നമുക്ക് അനേകം വാക്യങ്ങളുണ്ട്, നമുക്കത് എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നാം കാണുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു? അതിക്രമങ്ങൾ, പാപങ്ങൾ, ശത്രുക്കൾ, എന്താണ്, മരിച്ചവർ, ദൈവവിരോധികൾ. ആ അവസ്ഥയിലാണ് ദൈവസ്നേഹം നമ്മോട് കാഴ്ചവെക്കുന്നത്. അപ്പോൾ എന്താണ് ആ വിശ്വാസം? ദൈവത്തിന് എന്ത് വിശ്വാസമാണുള്ളത്? ആ സ്നേഹത്തിൽ ദൈവത്തിന് എന്ത് വിശ്വാസമാണുള്ളത്? നമ്മോട് സ്നേഹം കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? എന്ത് വിശ്വാസമാണ്? ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ പ്രിയ അങ്കിൾ ആ വാക്യം വായിച്ചു. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിച്ചത് തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം. ആ സന്തോഷം കണ്ടപ്പോഴാണ് കർത്താവിന് ആ കാര്യങ്ങളൊക്കെയും ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഫെയ്ത്ത് ഇൻ ലവ്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ടാവണമെങ്കിൽ ഈ സ്നേഹം, ദൈവിക സ്നേഹം, നാം അതിൽ വിശ്വസിക്കണം. വെറും സ്നേഹം നമുക്ക് അന്യോന്യം സഹോദരന്മാർ സഹോദരികൾ നാം ദൈവസഭയായിട്ട് സ്നേഹമുണ്ടെന്ന് പറയുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് കാഴ്ചവെക്കാതെ ഇരിക്കുവാണെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല. ഈ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഞാൻ ഈ സ്നേഹത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിന് ഒരർത്ഥമുണ്ടാവുന്നത്. That is when this love has a purpose. That is when it ignites itself. അവിടെയാണ് അതിനൊരു ജീവൻ ഉണ്ടാവുന്നത്. അവിടെയാണ് വിശ്വാസത്തിനും പുതുജീവൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ സ്നേഹം നിലനിൽക്കുന്നത്. ആ വാക്യം അങ്ങനെയാണ് നാം വായിച്ചത്. പ്രത്യാശ നിലനിൽക്കുന്നു, വിശ്വാസം നിലനിൽക്കുന്നു, ഈ സ്നേഹവും നിലനിൽക്കുന്നു. എങ്ങനെയാണ്? നാം ഈ ലോകത്തിൽ ഇത് നിലനിൽക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദാറ്റ് ഇറ്റ് റിമെയിൻസ് എന്ന് ഞാൻ അനുഭവിക്കണമെങ്കിൽ അത് ഞാൻ പ്രാവർത്തികമാക്കണം, അതിൽ ഞാൻ വിശ്വസിക്കണം. ഐ നീഡ് ടു ബിലീവ് ഇൻ ദിസ് ലവ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ, അതിൽ വിശ്വാസം സമർപ്പിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിനൊരു പുതിയ ജീവൻ ഉണ്ടാവുന്നത്, അത് സജീവമായി തീർന്നത്. അങ്ങനെയാണ് വിശ്വാസത്തിനും ഒരു ജീവൻ ഇത് നൽകുന്നത്. അങ്ങനെ പരസ്പരം ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വർദ്ധിച്ചു വരേണ്ടിയ ഒരവസ്ഥയിലാണ് നാം വിശ്വാസികൾ ആയിരിക്കേണ്ടത്. ആ വാക്യം നാം വായിക്കുമ്പോൾ അതിനെ ഓരോന്നായിട്ട് കാണാതെ, വിശ്വാസത്തെ മറ്റൊരു വസ്തുതയും, പ്രത്യാശയെ മറ്റൊരു കോണിൽ വിട്ട്, ആ സ്നേഹത്തെ മറ്റൊരു കോണിൽ വിട്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ട് കാണാതെ ഈ മൂന്നും പരസ്പരം വളരെ ബന്ധിതമായിട്ടിരിക്കുന്നു. പ്രത്യാശയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടാവണം. നാം ചിന്തിച്ചു, പ്രത്യാശ എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവിക വാഗ്ദത്തങ്ങളാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ഞാനായിട്ട് ചില കാര്യങ്ങൾ പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയായിട്ടുള്ള പ്രത്യാശയല്ല. കർത്താവിന്റെ വചനം വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാത്ത ഒരു കാര്യവും പ്രത്യാശയല്ല. അത് ദൈവവചനത്തിന്റെ അടിസ്ഥാനമായിരിക്കണം. ഈ ലോകത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ പ്രത്യാശിച്ച്, അതിന്റെ അർത്ഥം എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഡിസയേഴ്സ്, അത് ദൈവിക പ്രത്യാശയല്ല. ദൈവവചനത്തിൽ ഈ വായിച്ച വാഗ്ദത്തങ്ങൾ അല്പമായിട്ട് നാം ചിന്തിച്ചു, അതാണ് പ്രത്യാശയ്ക്ക് വകയായിട്ടുള്ളത്. അതിലാണ് നാം വിശ്വസിക്കേണ്ടത്. എന്താണ് സ്നേഹം? ദൈവവചനത്തിൽ കാഴ്ചവെച്ചിരിക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹം. ആ സ്നേഹത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. നമുക്ക് മനുഷ്യരിലല്ല വിശ്വസിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കുക, കർത്താവ് നമ്മുടെ ഗുണങ്ങളെ കുറിച്ച് ചിന്തിച്ചായിരുന്നെങ്കിൽ, നമ്മുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചായിരുന്നെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മെ സ്നേഹിക്കുവാൻ കഴിയില്ല. അതിക്രമങ്ങൾ, പാപങ്ങൾ, ശത്രുക്കൾ, ഏറ്റവും താഴ്ചയിലുള്ള അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ദൈവം അത് ചിന്തിക്കാതെ ആ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. നമ്മെ സംബന്ധിച്ച് നാം പരസ്പരം സഭയായിട്ട് കൂടി വരുമ്പോൾ, നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം പരസ്പരമുള്ള വിഷയങ്ങളല്ല ചിന്തിക്കേണ്ടത്, നാം പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ലവ്, ജീവിതങ്ങൾ മാറ്റുവാൻ സാധിക്കും. അങ്ങനെയാണ് ഒരിക്കൽ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറിയത്. ഫെയ്ത്ത് ഇൻ ലവ് ക്യാൻ ചേഞ്ച് ലൈഫ്സ്. ആ രീതിയിൽ പ്രത്യാശയിൽ വിശ്വസിക്കുക, ദൈവിക സ്നേഹത്തിൽ വിശ്വാസം കാഴ്ചവെക്കുക. അവിടെയാണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം. ദൈവമാണ് നമുക്ക് പ്രത്യാശകൾ നൽകി തന്നിരിക്കുന്നത്. ദൈവമാണ് സ്നേഹം നമ്മളെ കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യുവാനുള്ളത് ആദ്യത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് അത് ആദ്യം പരാമർശിച്ചിരിക്കുന്നത്. 13-ാം വാക്യം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്തിലാണ് തുടങ്ങുന്നത്. ആ വിശ്വാസം എൻ്റെ ഭാഗമാണ്, എൻ്റെ ഊഴമാണ്.
ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഞാൻ ദൈവത്തിൽ ഈ പ്രത്യാശയിൽ വിശ്വസിക്കുമ്പോൾ അത് നിവർത്തിക്കപ്പെടുന്നു. ഞാൻ ഈ സ്നേഹത്തിൽ വിശ്വസിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഫെയ്ത്ത് ഇൻ ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ഇൻ ലവ്. അവിടെയാണ് ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒന്നിച്ച് വളരുവാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലെങ്കിലും നാം ഇന്ന് ആരാധനാ ദിവസമായതുകൊണ്ട് അതിനോട് ചേർന്ന് ഈ വിശ്വാസത്തെ ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് മാത്രമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ ആരാധനാ ദിവസമായതുകൊണ്ട് ഇന്ന് നാം രാവിലെ ചെയ്ത കാര്യങ്ങൾ എല്ലാ ആഴ്ചയും നാം ചെയ്യുന്ന വിഷയങ്ങളായതുകൊണ്ട് അവിടെയും വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. നമുക്ക് അറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പരിചയമുള്ള ഭാഗമാണ്. ഞാൻ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. God is spirit. And those who worship him should worship him in spirit and in truth. ഈ ഒരു കാര്യത്തിൽ നാം വിശ്വസിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നാം അത് ചെയ്യാൻ. നാം ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് നാം വിശ്വസിക്കേണ്ടത് God is spirit. Faith that God is spirit. ദൈവം ആത്മാവെന്ന് ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. 2, faith that worship is a spiritual activity. ഈ ആരാധന എന്ന് പറയുന്നത് ഒരു ആത്മീകമായിട്ടുള്ള ശുശ്രൂഷയാണ്, ഒരു കാര്യക്രമമാണെന്ന് ഞാൻ വിശ്വസിക്കണം. 3, ഞാൻ വിശ്വസിക്കേണ്ടത് faith helps worship can only be done in spirit and in truth. faith എന്ന് പറയുന്നത് എന്താണ്? ഈ ആത്മാവിലും സത്യത്തിലും മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കണം. മറ്റേതെങ്കിലും തലത്തിലാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധനയ്ക്ക് അർത്ഥമില്ല, അത് കളവാണ്, അത് കപടമാണ്. ഫെയ്ത്ത് ഇൻ ദിസ് വേർഡ്, ഈ വചനത്തിൽ നാം വായിക്കുന്നത് ആത്മാവിലും സത്യത്തിലും മാത്രമേ ആരാധിക്കാവൂ. കാരണം ദൈവം ആത്മാവാണ്, അതൊരു ആത്മീക തലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലും എനിക്ക് വിശ്വാസം വേണം. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കട്ടെ. വിശ്വാസം മാത്രമാണ് ഞാൻ ചെയ്യേണ്ട വസ്തുത. എനിക്ക് ചെയ്യുവാനുള്ള കാര്യം ആ 3 തൂണുകളിൽ അതാണ്. ഈ പ്രത്യാശ എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹം എന്നുള്ളത് ദൈവാത്മാവ്, ദൈവം സ്വയം ആ സ്നേഹത്തിന്റെ പ്രകടീകരണം കാണിച്ചു തന്നിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശ്വാസം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. ഒരിക്കൽ നാം അത് ചെയ്തു, എന്നാൽ അത് അവിടെ അവസാനിപ്പിക്കേണ്ട വസ്തുതയല്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന നാളുകളൊക്കെയും പൂർണ്ണ സമയം നാം വിശ്വാസികൾ എന്നാണ് നമ്മെ തന്നെ വിളിക്കുന്നത്. വിശ്വാസത്തിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പ്രത്യാശയെ വർദ്ധിപ്പിക്കുവാൻ പ്രത്യാശയിൽ നമുക്ക് വിശ്വാസം വേണം. ഈ സ്നേഹത്തെ വർദ്ധിപ്പിക്കുവാൻ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസം വേണം. ഞാൻ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ ആരാധനയിൽ എനിക്ക് വിശ്വാസം വേണം. നാം ദൈവവചനം വായിക്കുമ്പോൾ ഈ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കണം. കാരണം വിശ്വാസത്തിൽ വേണം ഞാൻ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ. അതല്ലാതെ അതിൽ അർത്ഥമില്ലായ്മ ആയിപ്പോവും. ഒരു അർത്ഥവുമില്ലാത്ത ശുശ്രൂഷകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോവും. ഫെയ്ത്ത് ഇൻ ഹോപ്പ്, ഫെയ്ത്ത് ഇൻ ലവ്, ഫെയ്ത്ത് ഇൻ എവറിത്തിങ് ഐ ഡു. ആ പ്രത്യാശയിലുള്ള വിശ്വാസം, സ്നേഹത്തിലുള്ള വിശ്വാസം, ക്രിസ്തീയമായിട്ട് ആത്മീകമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തോടെ മുമ്പോട്ട് നീങ്ങുവാൻ ദൈവവചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുമ്പോട്ടുള്ള ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന് മുൻതൂക്കം കൊടുത്ത് ഏത് കാര്യത്തിലും, വിശേഷാൽ പ്രത്യാശയിൽ, വിശേഷാൽ ആ സ്നേഹത്തിൽ അത് കാഴ്ചവെക്കുമ്പോൾ വിശ്വാസത്തിൽ ചെയ്യുക. അതിനർത്ഥമുണ്ടാവും, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവനാമത്തിനെ ഉയർത്തുവാൻ സാധിക്കും. നാം പ്രത്യാശിക്കുന്നത് പോലെ, ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളതുപോലെ നാം സ്വർഗത്തിൽ പോകുമ്പോൾ ആ പൗലോസ് പറഞ്ഞ വാക്കുകൾ ആ രീതിയിൽ നമുക്കും പറയുവാൻ സാധിക്കും. നാം വിശ്വാസം കാത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വി ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. ആ വിശ്വാസം കാക്കുക എന്ന് പറയുന്നത് അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യാശയിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ്, സ്നേഹത്തിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇനിയും ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.